സർ നമസ്കാരം. നമസ്കാരം. സർ, തമിഴ്നാട് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നല്ല ഭരണം കാഴ്ചവെച്ച് പോവുകയാണ് വിജയ് ജോസഫ്, അല്ലെങ്കിൽ ജോസഫ് വിജയ് എന്ന് പറഞ്ഞ ദളപതി. സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ല, ദളപതി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു വിവാദം നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ, അതായത് സ്റ്റാലിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ തഞ്ചാവൂരിൽ ഒരു വലിയൊരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അവിടെ ഈ തമിഴ്നാട്ടിൽ ഉള്ളൊരു പ്രത്യേകത അങ്ങേക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു, എന്നാൽ ഞാനൊന്ന് പറയുകയാണ്. തമിഴ്നാട്ടിൽ ഈ ഭാര്യമാർക്ക് നല്ല മുൻതൂക്കം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അവരുടെ വീട്ടിൽ ഭാര്യയാണ് കുത്തുവിളക്ക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ ഭാര്യയാണ് ആ വീടിൻ്റെ നെടും തൂണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭാര്യനെ ആ രീതിയിലാണ് അവിടെ കാണുന്നത്. പക്ഷേ വിജയ് ജോസഫിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെ വിവാദത്തിലായിരുന്നു. ആ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിവോഴ്സിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ വന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, ബിഹൈൻ വുഡ്സിന്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ മകനോട് ആ ചോദ്യകർത്താവ് ചോദിച്ചു, ആ ആങ്കർ ചോദിച്ചു, താങ്കൾ ഡയറക്ഷനിലേക്ക് പോവുകയാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ചന്ദ്രശേഖരൻ്റെ അച്ഛൻ്റെ മുത്തശ്ശൻ്റെ വഴിയെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് ഹോളിവുഡിൽ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു. അങ്ങോട്ട് ചോദിച്ചു, അങ്ങ് ആരെയാണ് ഹോളിവുഡിൽ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ ആരെയായിരിക്കും അതിൽ സ്റ്റാറായിട്ട് അല്ലെങ്കിൽ നായകനായിട്ട് കൊണ്ടുപോയിച്ചു. അദ്ദേഹം ഒരു കൂസലില്ലാതെ സിമ്പിളായിട്ട്, അതായത് ഇവർ വിചാരിച്ചത് ആലോചിച്ചു വേറെ ആരെങ്കിലുമൊക്കെ പേര് പറയുന്നതാണ് വിചാരിച്ചത്. അദ്ദേഹം കൂളായി പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനെയാണ് ഞാൻ കൊണ്ടുപോവുക വിജയിനെ, അതിനപ്പുറത്ത് വേറെ ആരുണ്ട്. ഇന്ന് മകൻ സഞ്ജയ് മറുപടി പറഞ്ഞു. മകൻ്റെ പേര് സഞ്ജയ് എന്നാണ്. ആ മകൻ സഞ്ജയ് ഈ മറുപടി പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും തമിഴ്നാട് മൊത്തം ആളിപ്പടർന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബ വിഷയങ്ങളില്ലാതായി. ആ ഒരു ചോദ്യത്തിനും ഉത്തരത്തിനും ഇടയിൽ ആ ആളിപ്പടർന്ന വിവാദം ഇല്ലാതായി ആ ഇൻ്റർവ്യൂയോട് കൂടിയിട്ട്. കാരണം പറഞ്ഞാൽ അദ്ദേഹത്തിന് വ്യക്തമായി പറഞ്ഞു, എൻ്റെ അച്ഛനാണ് എൻ്റെ എല്ലാം, എൻ്റെ അച്ഛനാണ് എൻ്റെ സൂപ്പർ സ്റ്റാർ. അദ്ദേഹത്തിൻ്റെ സൂപ്പർ സ്റ്റാർ, എല്ലാ മക്കളുടെയും സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛന്മാരാണ്, അല്ലാതെ വേറെ ആരുമല്ല. അപ്പോൾ എൻ്റെ സൂപ്പർ സ്റ്റാർ എൻ്റെ അച്ഛനാണ്. അയാൾ ഓപ്പണായിട്ട് പറഞ്ഞു, ഇനി ആരെന്ത് പറഞ്ഞാലും എൻ്റെ അച്ഛനെ വെച്ച് ഞാൻ ഹോളിവുഡിൽ സിനിമ ചെയ്യാനേ ചെയ്യുള്ളൂ. ഇനി അടുത്ത സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛനെ വെച്ചേ ചെയ്യുള്ളൂ, എനിക്ക് എൻ്റെ അച്ഛനാണ് വലുത് എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ആ സഞ്ജയ് പറഞ്ഞ വാക്കുകൾ തമിഴ് ജനതയുടെ മനസ്സിൽ മുഴുവൻ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞു ആ വിങ്ങിപ്പൊട്ടലും എല്ലാം കൂടി വന്നപ്പോൾ ഉദയനിധി സ്റ്റാലിൻ DMK മൊത്തം കൈവിട്ട് നിൽക്കുകയാണ് തമിഴ്നാട്ടിൽ. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നടന്ന വലിയൊരു പരിപാടിയിൽ ഉദയനിധി സ്റ്റാലിൻ, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അതായത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ സംസാരിച്ച സമയത്ത് സൗണ്ടുകൾ, അതായത് ജനങ്ങളുടെ ആരോഗ്യമായിട്ടുള്ള സൗണ്ടുകൾ തൃഷ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. തൃഷ എന്നുള്ളത് ആരാന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വിജയുടെ സെക്കൻഡായിട്ട് കാണുന്ന ഒരു സംഭവമായിട്ടാണ് അവിടെ ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ തൃഷ. അപ്പോൾ ഇദ്ദേഹം അറിയാതെ പറഞ്ഞു, ഇനി തമിഴ്നാട് ജനങ്ങൾക്ക് വെള്ളം എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ തൃഷയുടെ വീട്ടിൽ വെള്ളം കിട്ടും എന്ന് പറഞ്ഞു. അത് വലിയ വിവാദമാവുകയും വലിയ ഇത് സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിനെതിരെ അദ്ദേഹം ആ പറഞ്ഞ വാക്കുകൾ ദ്വയാർത്ഥത്തിലാണ് അദ്ദേഹം അത് വിശേഷിപ്പിച്ചത്. അത് വളരെ വേദനാജനകമായിട്ടാണ് ജനങ്ങൾ, അതായത് വിജയ് ആരാധകരും വിജയിനെ മുഖ്യമന്ത്രിയാക്കിയ ആൾക്കാരൊക്കെ ഏറ്റെടുത്തത്. അതിനെതിരെ തഞ്ചാവൂർ പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോൾ. ഈ 2 ദിവസമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇത് അറസ്റ്റിലൂടെ അവിടെ വലിയ വിവാദവും വലിയ പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തതിൽ അവിടെ ബോംബ് വരെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർ, എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ ഈ തൃശയും വിജയും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഈ DMKയുടെ അവസ്ഥ എന്താണ് സർ? അതിനകത്ത് രതീഷിൻ്റെ ചോദ്യത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. തുടങ്ങിയത് തമിഴ്നാട്ടിലെ സ്ത്രീകളെ കുത്തുവിളക്കായിട്ടാണ് കാണുന്നത്. അതെ, വീടിൻ്റെ ഐശ്വര്യമായിട്ടാണ്, ദീപമായിട്ട് കാണുന്നത്. ഓക്കെ, അതിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കേരളത്തിൻ്റെ കൾച്ചർ തമിഴ്നാട് കൾച്ചറുമായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. രണ്ടും ഒരു ദ്രവിഡിയൻ കൾച്ചറിൻ്റെ ഭാഗമാണെങ്കിൽ പോലും തമിഴ്നാട്ടിലെ സ്ത്രീയെ അവിടുത്തെ നിലവിളക്കായി കാണുന്ന ആ തമിഴ്നാട്ടിൽ തന്നെയാണ് ചിന്നവീടെന്ന് പറഞ്ഞ സംസ്കാരമുള്ളത്. ചിന്നവീടെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 2-3 ഭാര്യമാരാകാം. കർണാടകയ്ക്ക് എത്ര ഭാര്യമാരുണ്ട്? 3. അഴഗിരി ആരുടെ മകനാണ്? സ്റ്റാലിൻ ആരുടെ മകനാണ്? ഞാൻ പറഞ്ഞു വന്നത് കരുണാനിധിക്ക് റെക്കോർഡിക്കലി 3 ഭാര്യമാരുണ്ട്. ഞാൻ പറഞ്ഞ അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അതെ, ഇവിടുത്തെ കേരളത്തിലെ കരുണാകരന് 4 ഭാര്യമാർ വന്നാൽ നമ്മൾ മുഖ്യമന്ത്രിയാക്കും. ആലോചിച്ച് നോക്കണം. സതീശന് ഒരു ചിന്ന വീടുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കും. അത് കേരളത്തിനെ തമിഴ്നാടിനെ കൾച്ചറിൻ്റെ വ്യത്യാസം. ഞാൻ ഈ പറഞ്ഞത് നമ്മൾ സ്ത്രീയെ വിളക്കായിട്ടൊക്കെ കാണുന്ന വളരെ നല്ലതാണ്, അതിൻ്റെ അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല. പക്ഷേ ആ കൾച്ചറിൻ്റെ ഒരു വ്യത്യാസം പറയാം, അത് വെച്ച് തമിഴ്നാട് പൊളിറ്റിക്സ് നമുക്ക് എടുക്കാനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നത്. ഇനി 2, ഈ തമിഴ്നാട്ടിലെ ഒന്ന് ഉദയനിധി സ്റ്റാലിൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. ഒരു സിനിമാ സ്റ്റാർ ആകേണ്ട ഒരു രൂപവൈഭവവും ആ മനുഷ്യനില്ല. എനിക്കൊരു അത്ര നല്ല ഒരാളായിട്ട് എനിക്ക് കാഴ്ചയിൽ തോന്നുന്നില്ല. കാഴ്ച കൊണ്ട് കാര്യമില്ലല്ലോ. ഇനി പെരുമാറ്റത്തിലേക്ക് വന്നാൽ തനി പ്രാകൃതൻ, സംസ്കാരശൂന്യം. എനിക്ക് അയാളെ വിശേഷിപ്പിക്കാൻ അതേ പറ്റത്തുള്ളൂ. അതിൻ്റെ കാര്യം വെച്ചാൽ
സനാതനധർമ്മം എന്ന് പറയുന്ന അയാൾക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ സനാതനധർമ്മം എന്ന് പറഞ്ഞ ഒരു ധർമ്മം അനാദികാലമായി ഇന്ത്യയിൽ നിൽക്കുന്നതാണെന്നും അതിൽ വിശ്വസിക്കുന്നൊരു വലിയ ജനത ഇന്ത്യയിലുണ്ടെന്നും ആ ജനതയാണ് ഭാരതത്തെ നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതെന്നും അറിയാത്ത ഒരു സംസ്കാരശൂന്യനായ പ്രാകൃതനായ ഒരു സിനിമാക്കാരനാണ് ഈ ഉദയനിധി സ്റ്റാലിൻ. അയാളെ സബ്സ്റ്റാൻഡേർഡായ ഒരു പ്രസ്താവന നടത്തുകയും തൃഷ എന്ന് പറഞ്ഞ സ്ത്രീയെ, സിനിമാ താരത്തിനെ, ആ സ്ത്രീയെ എടുക്കുന്ന സിനിമാ താരം സ്ത്രീ അത് വേറെ കാര്യം, ഒരു സ്ത്രീയെ അപമാനിച്ചു, അല്ല സിനിമാ താരത്തിനെ അപമാനിച്ച് വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല, സ്ത്രീയാണ് ഇവിടെ കണ്ടത്. അവരെ അപമാനിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് വളരെ ഗുരുതരമായൊരു കുറ്റകൃത്യമാണ്. അതിനെതിരെ വിജയുടെ ഗവൺമെൻറ് നടപടിയെടുക്കുന്നെങ്കിൽ നല്ലത്. ഇവിടെ ഒരു കാര്യം കൂടെ സാന്ദർഭികമായിട്ട് ഞാൻ പറയാം. ജയലളിത തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നു. തമിഴ്നാട് അസംബ്ലി ഹാളിൽ വെച്ച് ജയലളിതയുടെ സാരി വലിച്ചു കീറി DMK-കാരൻ. അതാണ് DMK-യുടെ പാരമ്പര്യം. ഞാൻ പറഞ്ഞ DMK-യുടെ പാരമ്പര്യം കൂടെ നമ്മൾ നോക്കണമല്ലോ. ഉദയനിധി സ്റ്റാലിൻ്റെ അച്ഛൻ MK സ്റ്റാലിൻ്റെ അച്ഛൻ മുത്തുവേൽ കരുണാനിധിയുടെ പാർട്ടി ആണ് തമിഴ്നാട് നിയമസഭയിൽ. ജയലളിത എങ്ങനെ ആയിക്കോട്ടെ, ജയലളിത വിമർശിച്ചോളൂ, പക്ഷേ ജയലളിതയുടെ സാരി വലിച്ചു കീറി അവരെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമാണെന്നാൽ. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പാരമ്പര്യം. അവിടെയാണ് കണ്ണകിയെ പോലെ, കണ്ണകി അവരുടെ ഒരു സിമ്പലാണ്. സ്ത്രീയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ, തമിഴ്നാട് സ്ത്രീകളുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു സിമ്പലാണ് കണ്ണകി. നമ്മൾ കേരളത്തിൻ്റെ അടുത്ത് നോക്കിയാലും കണ്ണകി തന്നെയാണ്. അപ്പോൾ കാറ്റുകാലായാലും ശരി, കൊടുങ്ങല്ലൂരായാലും കണ്ണകിക്ക് വലിയ പ്രാധാന്യമുണ്ടല്ലോ. അപ്പോൾ അവിടെ അന്ന് ജയലളിത ഒരു പ്രഖ്യാപനം നടത്തി. ഇനിയും ഞാൻ ഇവൻ്റെ കീഴിൽ, ഈ പ്രാകൃതൻ്റെ കീഴിൽ ഞാൻ നിയമസഭയിൽ ഇരിക്കില്ല, ഇവനെ തോപ്പിച്ച് തുന്നം പാടിക്കാതെ ഞാൻ ഇനി നിയമസഭയിലേക്കില്ല എന്ന് പറഞ്ഞാണ് ജയലളിത മുഖ്യമന്ത്രിയായിട്ട് വരുമെന്ന് അവർ പ്രഖ്യാപിച്ചു. കണ്ണകിയെപ്പോലെ തന്നെ അവരുടെ പ്രതിജ്ഞ നിറവേറ്റി അവർ മുഖ്യമന്ത്രിയായ ജയലളിത എന്താണെന്ന് ചോദിച്ചാൽ നേരെ പോലീസിനെ വിട്ട് കരുണാനിധിയെ അറസ്റ്റ് ചെയ്തു. ആ ക്ലിപ്പിംഗ് കണ്ടായിരുന്നു. കരുണാനിധി നിലവിളിച്ച് പോലീസ് തൂക്കിയെടുത്ത പോലീസ് വാനിൽ കളഞ്ഞു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ട്രൗസർ ഇട്ടിട്ടാണ് ട്രൗസർ ഇട്ട് പിടിച്ച് കയറ്റി. ഞാൻ പറഞ്ഞത് പണ്ടത്തെ ഡ്രായർ എന്ന് പറയും. അപ്പോൾ പഴയ നമ്മുടെ ഈ ഒരു പിന്നെ ഡ്രായർ എന്നല്ല, നമ്മൾ പിന്നെ എന്താ പറയുക, അണ്ടർവെയർ നിക്കർ പോലെ അതുപോലെ നിക്കർ. ഈ നിക്കർ ഇട്ടുകൊണ്ട് പ്രായമായ കരുണാനിധിയെ വലിച്ചു കയറ്റുന്ന കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. പ്രായമായ ഒരാളുടെ അങ്ങനെ ചെയ്താൽ നമ്മൾ ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. കാരണം തെറ്റിനർഹിക്കുന്ന ശിക്ഷ കിട്ടിയിരിക്കണം. അതുകൊണ്ടാണ്. അതർവൈസ് ആണെങ്കിൽ ഒരിക്കലും ഞാൻ അതിനെ അംഗീകരിക്കത്തില്ലായിരുന്നു. ജയലളിതയോടെ കാണിച്ച അപമാനത്തിന് കണ്ണകിയെപ്പോലെ ജയലളിത പ്രതികാരം വീട്ടിയപ്പോൾ ഞാനത് ആസ്വദിച്ചു, കണ്ടു, മനസ്സുകൊണ്ട് അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇതാണ് കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഉദയനിധി സ്റ്റാലിന് ചരിത്രബോധമുണ്ടായിരുന്നെങ്കിൽ തൻ്റെ അപ്പൂപ്പനെ പറ്റിയ ഗതികേട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉദയനിധി സ്റ്റാലിന് കഴിഞ്ഞിരുന്നു എങ്കിൽ ഇത്ര ഒരു മോശമായ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്ത്രീക്കെതിരെ കൊടുക്കത്തില്ല. ഒരു സിനിമാ താരമാണോ ഇല്ലെന്നുള്ളതിനേക്കാൾ സ്ത്രീക്കെതിരെ അയാൾ കൊടുക്കില്ല. അതിനെതിരെ പോലീസ് കേസെടുത്താൽ തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ്. ഇതൊരു മാതൃകാപരമായ കാര്യം തന്നെയാണ്. തൃശയെന്നുള്ളതല്ല പ്രശ്നം. ഇത്തരം മോശമായ പരാമർശങ്ങൾ സ്ത്രീകൾക്കെതിരെ നടത്തുന്നത് ആരായാലും ശരി, അവൻ ഏത് ഉന്നതനായാലും ശരി, അവനെതിരെ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ തൃഷ, ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ഈ തൃഷ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മൗലികമായിട്ടുള്ള വല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? അല്ലെ, തൃഷ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത് മോശമായ കാര്യം. ആ പ്രയോഗത്തിന് അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കുകയും ചെയ്തു. തൃഷ മാത്രമല്ല, അവിടെ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്. തൃഷ മാത്രമല്ല പ്രശ്നം. DMK-ക്ക് എന്താണ് സംഭവിച്ചതെന്ന് രതീഷ് പരിശോധിച്ച് നോക്കണം. ഒന്ന്, സ്റ്റാലിൻ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസി തോറ്റു. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും സ്റ്റാലിൻ മത്സരിക്കാൻ ഭയമാണ്, തോറ്റുപോകും. അത്ര ജനസമ്മതിയാണ് ജോസഫ് വിജയ്ക്ക് അവിടെ ഉള്ളത്. അദ്ദേഹം നന്നായിട്ട് സംസ്ഥാനം ഭരിക്കുന്നുണ്ട്, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നന്നായിട്ട്, വളരെ ഭംഗിയായിട്ട് തമിഴ്നാട് സംസ്ഥാനം ഭരിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ DMK-യുടെ അടിവേര് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ പ്രശ്നം വെച്ചാൽ ദ്രവിഡിയൻ പൊളിറ്റിക്സ് അവിടെ അപ്രസക്തമാവുകയാണ്. ആണ് ആ തമിഴ്നാട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ രണ്ട് ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളാണ് ഉള്ളത്. ഒന്ന് പിന്നെ AIDMK, മറ്റൊന്ന് DMK. AIDMK ഇല്ല, AIDMK മൊത്തം ലയിച്ച് വിജയിനൊപ്പം ചേർന്നു. അപ്പോൾ AIDMK എന്ന് പറയുന്നൊരു പാർട്ടി, അതായത് ജയലളിത പാർട്ടി ഇല്ല, MGR പാർട്ടി ഇല്ല. അല്ല, MGR പാർട്ടി ജയലളിതയുടെ പാർട്ടിയില്ല, MGR പാർട്ടിയില്ല, AIDMK ഇല്ല. പിന്നെ അപ്പുറത്തുള്ളത് DMK ആണ്. DMK വളരെ ദുർബലാവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ വിജയ്ക്ക് തീർച്ചയായിട്ടും തമിഴ്നാട് ഭരിക്കാനുള്ളൊരു സുവർണാവസരമാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷമില്ല. പക്ഷേ വളരെ തന്ത്രപൂർവ്വം
BJP കരുക്കൾ നീക്കുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു സാറേ, BJP കരുക്കൾ നീക്കുന്നതിനേക്കാൾ അവിടെ എനിക്ക് തോന്നുന്നു BJPക്ക് അവിടെ അടിയുറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിനെ സമ്മതിച്ചു കൊടുക്കാൻ സാധ്യതയില്ല. പക്ഷേ അതിനിടയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത രജനീകാന്തിൻ്റെ മരുമകൻ ധനുഷ് രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നു. അതിനിടയിൽ വേറൊരു സിനിമാ താരം സൂര്യ രാഷ്ട്രീയ പ്രവേശനം. ഇപ്പോൾ അവിടുത്തെ സിനിമാ താരങ്ങളൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് വരികയാണ്. കാരണം ഈ സിനിമയുടെ ഈ സമയം കഴിഞ്ഞു എന്നാണ് അവരുടെ വിചാരം. കാരണം ഇനി രാഷ്ട്രീയമാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് അവൻ്റെ ആഗ്രഹിക്കുന്നതിലുപരി സ്ഥാനിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണ്, ഇല്ലേ? ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം, അല്ലെങ്കിൽ വലിയൊരു സ്ഥാനം എന്ന് പറയുന്നത്. ഒരു സാധാ മനുഷ്യനായി അവൻ ജനിച്ചൊരു മുഖ്യമന്ത്രിയായി പറഞ്ഞാൽ ചിലരുടെ കാര്യമില്ല. ഇപ്പോൾ എക്സാമ്പിൾ VD സതീശനെ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ സെലിബ്രിറ്റീസിന് അവരെല്ലാം നേടിക്കഴിഞ്ഞു. അവർ സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ വലിയ ഉന്നതിയിലെത്തിക്കഴിഞ്ഞു. ഇനി അവർക്ക് വേണ്ടത് ഒരു പദവിയാണ്. അതും എല്ലാവരും അറിയപ്പെടുകയും നാളെ മരിച്ചു കഴിഞ്ഞാൽ അവർ അറിയപ്പെടുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ വന്നിരുന്നാൽ മാത്രമേ അറിയപ്പെടുള്ളൂ. അപ്പോൾ ആ മുഖ്യമന്ത്രി പദവിക്കുള്ള ഞെട്ടോട്ടമാണ് ഇനി സിനിമാ താരങ്ങൾ വരുന്നത്. അപ്പോൾ ആ വേരൊഴുക്കിൽ BJPക്ക് വല്ല സ്ഥാനവും കിട്ടും. അതോ BJP ഈ സിനിമാ താരങ്ങളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകും? അത് BJPയുടെ തന്ത്രം നമുക്ക് പ്രവചിക്കാനൊക്കില്ല. BJP വളരെ തന്ത്രപൂർവ്വമാണ് എന്നും നീങ്ങിയിട്ടുള്ളത്, കേരളത്തിലൊഴിച്ച്. അപ്പോൾ അവിടുത്തെ കാര്യത്തെക്കുറിച്ച് എനിക്ക് അങ്ങനെ പ്രവചിക്കാൻ പറ്റില്ലെങ്കിലും ഈ സിനിമാ താരങ്ങൾ ഇപ്പോഴേ സീമാൻ എന്ന് പറഞ്ഞ ആളല്ലേ സിനിമാ രംഗത്ത്? സീമാൻ അയാളുണ്ട്. നേരത്തെ വിജയകാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയകാന്ത് അദ്ദേഹം നല്ല ഭരണമായിരുന്നു. അല്ല, ഭരണമല്ല, അദ്ദേഹം പ്രതിപക്ഷം അല്ല, അദ്ദേഹം ജനങ്ങൾക്ക് ഒരുപാട് സഹായിച്ച വ്യക്തിയാണ്. അല്ല, ഞാൻ പറഞ്ഞ അത് അദ്ദേഹം ഒന്നും മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നില്ലല്ലോ. കുറച്ച് പേരെ ജയിപ്പിച്ചതിനപ്പുറം ഒരു കാര്യം ചെയ്തില്ലല്ലോ. കമലഹാസൻ വന്ന് 8 നിലയിൽ പൊട്ടിപ്പോയി. അപ്പോൾ ജനത്തിനറിയാം കമലഹാസൻ്റെ പേരെന്തായിരുന്നു? ഉലകനായകൻ. മറ്റേ ഇതാര ദളപതി. ഒരു മിനിറ്റ്. ഉദയനായകൻ വന്നിട്ട് എന്ത് പറ്റി? ഉദയനായകനെ ആളുകൾ തൊടിച്ചില്ല. കാരണം ഉദയനായകൻ്റെ ക്യാരക്ടർ ഇല്ലാത്തവനാണ്. അതുകൊണ്ടാണ് സംഭവിച്ചതും. കമലഹാസൻ്റെ ഒരു ക്യാരക്ടർ ഇല്ലാത്തവൻ. അതിൽ കമലഹാസൻ്റെ ക്യാരക്ടർ അല്ല സാർ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. കമലഹാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ താരമാണ്. വിജയും സിനിമാ താരമാണ്. സിനിമാ താരം മുഖ്യമന്ത്രി ആയില്ലേ എന്ന് നമുക്ക് ചോദിക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കമലഹാസൻ്റെ ഊണിലും ഉറക്കത്തിലും ചിന്തയിലും അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി അർപ്പിച്ച ഒരാളാണ്. അദ്ദേഹം സിനിമയിൽ പലതും സാധിച്ചിട്ടുള്ള വ്യക്തിയാണ്. അത് വിജയ്ക്ക് സാധിച്ചിട്ടില്ല, രജനീകാന്ത് സാധിച്ചിട്ടില്ല. ഇദ്ദേഹം ഉലകനായകൻ സാറ് അങ്ങ് പറഞ്ഞില്ല. ഉലകനായകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെറുപ്പകാലം തൊട്ട് പട്ടയിട്ട് മുരുകൻ വേഷത്തിൽ വന്ന് അഭിനയം തുടങ്ങി. അദ്ദേഹം ഇന്ന് നിൽക്കുന്ന സിനിമയുടെ യൂണിവേഴ്സലാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം യൂണിവേഴ്സൽ സ്റ്റാറാണ്. അദ്ദേഹം സിനിമയിൽ ഇനിയും സാധിക്കാനുണ്ട്. അദ്ദേഹത്തിനോട് സാറ് ഒരു സിനിമയുടെ സംശയം ചോദിച്ചു, അല്ലെങ്കിൽ സിനിമയുടെ ഒരു ക്യാമറയുടെ സംശയം ചോദിച്ചു, അദ്ദേഹം വ്യക്തമായിട്ട് പറയും. അത് വിജയിനെ ചോദിച്ചാൽ വിജയ് പറയും എനിക്ക് தெரியாது, അത് വേറെ ആൾ ചെയ്യുന്നു, ഞാൻ നോക്കുന്നു. ഇവൻ സോഷ്യൽ മീഡിയയുടെ കാര്യം ചോദിച്ചാൽ പോലും വിജയ് പറയും എനിക്കറിയില്ല, അതെൻ്റെ PA ആണ് നോക്കുന്നത് പറയും. പക്ഷേ ഇവിടെ ഉലകനായകൻ എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമ മാത്രം അറിയുന്നുള്ളൂ. അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല. അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്. അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കുന്നു, അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങേക്ക് അധ്യാപക ജീവിതം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന മാധ്യമ പ്രവർത്തനം ഇല്ലേ? അതിലേക്ക് നിങ്ങൾ തെളിയിച്ച ഒരാളാണ്. അതേസമയം അങ്ങേ വേറൊരു ബിസിനസ് തുടങ്ങിയാൽ അതിൽ വിജയിക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നൊരു പ്രവേശനം. ഇപ്പോൾ എനിക്ക് മീഡിയ അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. എനിക്ക് മീഡിയ പ്രവർത്തനത്തിലാണ് കൂടുതൽ കഴിവും. ഞാൻ അത് ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. അതിലേക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആർജിച്ച് വന്ന ഒരാൾ. ചെറുപ്പം തൊട്ട് എൻ്റെ മനസ്സിൽ ഈ മീഡിയ പ്രവർത്തനം അങ്ങ് കയറിപ്പോയൊരു സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാർ എനിക്ക് തോന്നുന്നു അങ്ങ് പറഞ്ഞ പോലെ കമലഹാസനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കമലഹാസൻ ഇതിനൊന്നും കൊള്ളാത്ത ഒരാളാണ്. ആക്ച്വലി അദ്ദേഹം കൊള്ളാവുന്നതെന്ന് പറയുന്നത് സിനിമാ മേഖലയ്ക്കാണ്. അദ്ദേഹം സിനിമയിലൊരു ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സലാണ്. അത് അതിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നതായിരുന്നു അദ്ദേഹത്തിന് നല്ലത്. അദ്ദേഹം ഇതിലേക്ക് വന്നു. എനിവേ എന്തായാലും സാർ തമിഴ്നാട് രാഷ്ട്രീയം എന്തായാലും വിജയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അതിനിടയിൽ ഈ DMK സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അഴുക്കുചാലായിട്ടുള്ള DMK പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. AIDMK ഇല്ലാതായ പോലെ തന്നെ DMK ഇല്ലാതെയാവും. അവിടെ പ്രതിപക്ഷമായിട്ട് അണ്ണാമലയുടെ പാർട്ടിയോ ഇല്ലെങ്കിൽ BJPയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റിയുടെയോ താമസിയാതെ തന്നെ അവിടെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ഇലക്ഷനോടുകൂടി തന്നെ ഉടലെടുക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതെല്ലാം കാത്തിരുന്ന് കാണാം. എന്തായാലും വിജയെയും തൃശ്ശയെയും സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതിന് ഞാൻ തുടക്കം തന്നെ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞ വാക്കുകൾ. സോ ഇത് ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇനിയും അത് മുന്നോട്ട് ഇങ്ങനെ തന്നെയായിരിക്കും പോവുക. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.